അന്യോന്യം ഭോഷ്ക് പറയരുത്. കള്ളം പറയല്ല. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. ഉരിഞ്ഞു കളഞ്ഞതും കണ്ടവരാ. പഴയ വസ്ത്രം മാറിയെന്ന് അതിൻ്റെ അർത്ഥം. സ്നാനത്താൽ നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിച്ചു. അപ്പൊ പുതിയ വസ്ത്രം കിട്ടുമ്പോൾ പഴയന്റെ മണ്ടയ്ക്കാണ് ഇടുന്നത്. പഴയന്റെ മണ്ടയ്ക്ക് ഇടുന്നവന് ബുദ്ധിഭ്രമമുള്ളവനല്ലേ. ഇപ്പം 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 നമ്മളിവിടെ വീട്ടിൽ തന്നെ ഒരു ഡ്രസ് ഇട്ടുകൊണ്ടായിരിക്കുന്നത്, ഒരു ബനിയനോ ഒരു ഷർട്ടോ വരരുത്. നമ്മളിപ്പം എങ്ങോട്ടും പോകാൻ തുടങ്ങുമ്പോൾ എന്തോ ചെയ്യുന്നത്? ആ തേച്ച് വെച്ച ഒരു കൂടുപ്പെടുത്തന്നെ മണ്ടയ്ക്ക് ഇട്ടുണ്ടെന്ന് പോകുന്നത്. അതുപോലെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈർഷ്യയും പിണക്കവും ദൂഷ്യവും എല്ലാ സ്വഭാവ ദൂഷ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉരിഞ്ഞതാണ്. പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുന്നല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നില്ല വെച്ചാൽ യേശുക്രിസ്തുവിനെ ധരിച്ചവരാ. സ്നാനത്താൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ധരിച്ചവരാ. അതിൽ യവനും യഹൂദനും എന്നില്ല, പരിച്ഛേദന അഗ്രഹം എന്നില്ല, ബർബരൻ ശകരൻ ദാസൻ സ്വതന്ത്രൻ എന്നില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും ഒരു യൂണിഫോമിലേക്ക് വന്നില്ല, ഒരു സ്കൂളിലെ പിള്ളേരായിട്ട് വന്നത്. എല്ലാവരിലും ഒരു വാക്കുകൂടെ പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ വന്നവരെ പറ്റിയാ പറയുന്നത്. ക്രിസ്തുവിനെ എല്ലാവരിലും എല്ലാം ആവുന്നു. അത് ഈ വിശ്വാസത്തിൽ വന്നവരെ പറ്റിയാ പറയുന്നത്, ഈ സഭയിലുള്ളവരെ പറ്റിയാ പറയുന്നത്. നിങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ അവിടുത്തെ ഗോവിന്ദം വരും, അതിനകത്ത് ഇവിടുത്തെ കറിയാശം വരും ഇല്ലല്ലോ. നിങ്ങളെല്ലാവരും ഈ വീട്ടിലുള്ളവരെല്ലാവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സിന് ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. എനിക്ക് അതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടേ. ഇപ്പം ടീച്ചർ ഫുഡ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഒരു സ്പെഷ്യൽ ഫുഡ്. അപ്പം സാർ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും എടുക്കാനുണ്ടോ? ഇപ്പം എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വഴിയെ പോകുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അതൊക്കെ ചിന്തിക്കണം. അത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ സഭയിലുള്ള എല്ലാവർക്കും കൂടിയായി പറയുന്നത്.